ഒരു പൈററ്റ് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ മജോറിറ്റി ആളുകളുടെ മനസ്സിൽ ആദ്യം വരുന്ന സിനിമയാണ് പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ. പക്ഷേ ആമസോൺ പ്രൈമിൽ പ്രിയങ്ക ചോപ്ര നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ദി ബ്ലഫ് എന്ന് പറഞ്ഞൊരു പൈററ്റ് ബാക്ക്ഡ്രോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ റിലീസായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു പൈററ്റ്സ് ഓഫ് ദി കരീബിയനൊക്കെ പോലെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു മൂവി അല്ല. ഇത് ഈ ജോൺ വിക്ക് വേൾഡിൽ നടക്കുന്ന രീതിയിലത്തെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഒരു പൈററ്റ് ബാക്ക്ഡ്രോപ്പിൽ കൊണ്ടുകിട്ടാൽ എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു സിനിമയാണ്. സോ ഗൈസ്, വെൽക്കം ബാക്ക്. ദി ബ്ലഫ് എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് ഒരു ടെംപ്ലേറ്റ് സ്റ്റോറി ഫോളോ ചെയ്യുന്നൊരു സിനിമയാണ്. കഥയിൽ പുതുമയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് നമുക്ക് യാതൊരു വിധത്തിലും അടുപ്പ് കൂടാതെ ഈ ഒരു സിനിമ ഫുള്ള് കാണാൻ സഹായിക്കുന്നുണ്ട്. സോ ഈ ഒരു സിനിമയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഒരു പൈററ്റ് ആയിരുന്ന ഒരു ആള് അവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ ഹൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്നു. പക്ഷേ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തിനെ തുടർന്ന് വില്ലനായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ഇവരെ തേടി വരുന്നു. തുടർന്ന് നടക്കുന്ന സംഭവമൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കഥ. നമുക്കറിയാം, നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റ് സ്റ്റോറി ഫോളോ ചെയ്യുന്ന ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അടുത്തൊക്കെ നമ്മൾ കുറേ സിനിമകൾ നമ്മുടെ റീജിയണൽ ലാംഗ്വേജസിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയെ വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സെറ്റിങ് 1800-കളിലെ കരീബിയൻ ബാക്ക്ഡ്രോപ്പിലാണ് ഈ ഒരു സിനിമയുടെ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രിയങ്ക ചോപ്രയാണ് ഇതിനകത്ത് നായികയായിട്ട് വരുന്നത്. പുള്ളിക്കാരത്തിയാണ് സെൻട്രൽ ക്യാരക്ടർ. പുള്ളിക്കാരത്തിയുടെ എനർജി അതായിരുന്നു ഈ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ആക്ഷൻ സീക്വൻസിലൊക്കെ പുള്ളിക്കാരത്തി ഒരു രക്ഷയിലായിരുന്നു. ഒരുപാട് നല്ല കിടിലൻ ആക്ഷൻ രംഗങ്ങളുണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ. അതും നോർമൽ നമ്മൾ കാണുന്ന ടൈപ്പ് ആക്ഷൻ രംഗങ്ങളല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൂട്ടലും ഒക്കെ ആയിട്ടുള്ള രീതിയിലാണ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഈ ഒരു സിനിമയിലുള്ളത്. സോ അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. ആക്ഷൻ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു സിനിമ നല്ലൊരു ട്രീറ്റ് ആയിരിക്കും. സ്റ്റോറിയിൽ വലിയ പുതുമയൊന്നുമില്ല, പക്ഷേ പ്രിയങ്ക ചോപ്രയുടെ ഒരു ക്യാരക്ടറിൻ്റെ എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസും അവരുടെ ആ ഇമോഷനൊക്കെ നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മേക്കിംഗ് വൈസും ഒക്കെ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. വില്ലൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് കാൾ അർബനാണ്. പുള്ളിയും നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ കഥയിൽ പുതിയതായിട്ടൊന്നും ഓഫർ ചെയ്യാനില്ലാത്ത, എന്നാൽ നല്ല രീതിയിൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുള്ളൊരു സിനിമയാണ് ദ ബ്ലഫ്. സോ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. നിങ്ങൾ ആക്ഷൻ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മിസ്സാക്കരുത് ഈ ഒരു സിനിമ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.